കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടി ഉയർന്ന വിജയം കരസ്ഥമാക്കിയ 56 വിദ്യാർത്ഥികളെ സ്കൂൾ അധ്യാപകരും PTA ഭാരവാഹികളും ചേർന്ന് അനുമോദിച്ചു. മന്ത്രി M. ലിജു ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കളിസ്ഥലം നിർമ്മിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടി ഉയർന്ന വിജയം കരസ്ഥമാക്കിയ 56 വിദ്യാർത്ഥികളെ സ്കൂൾ അധ്യാപകരും PTA ഭാരവാഹികളും ചേർന്ന് അനുമോദിച്ചു. വിജയഭേരി 2026 എന്ന പേരിൽ നടത്തിയ അനുമോദന ചടങ്ങ് എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി M. ലിജു ഉദ്ഘാടനം ചെയ്തു. കേവലം ക്ലാസ് മുറിയിലെ പരീക്ഷകൾ ജയിച്ചതുകൊണ്ട് മാത്രം ജീവിതത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയില്ലെന്നും യഥാർത്ഥ സ്വപ്നങ്ങളിലേക്ക് നടന്നെത്താൻ ജീവിതത്തിന്റെ പരീക്ഷ കൂടി ജയിക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. ജീവിത വിജയത്തിനാവശ്യമായ പാഠങ്ങൾ കേവലം പാഠപുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല ലഭിക്കുക, അത് സമൂഹത്തിൽ നിന്നും കളിക്കളങ്ങളിൽ നിന്നും നല്ല പ്രസംഗങ്ങളിലൂടെയും രചനകളിലൂടെയും നേടിയെടുക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നമ്മൾ ഈ കലാലയങ്ങളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും എല്ലാം ആർജിച്ചെടുക്കുന്നത് വിദ്യാഭ്യാസ ജീവിതത്തിലെ വിജയങ്ങൾക്കൊപ്പം ജീവിതത്തെയും വിജയിപ്പിക്കാൻ ആവശ്യമായ പാഠങ്ങളാണ് നിങ്ങൾ ഇവിടെ നിന്നും ആർജിച്ചെടുത്ത് മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെയല്ലേ? ആണ്. അപ്പം നമുക്കൊരു സമഗ്രമായ വീക്ഷണം, പാഠപുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന വീക്ഷണം മാത്രം പോരാ. നമുക്ക് ഈ ജീവിതത്തെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പാഠപുസ്തകങ്ങളിൽ നിന്നും മാത്രമല്ല, ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിന്നുകൂടി നമുക്ക് നല്ല പാഠങ്ങൾ ലഭിക്കണം. ടെക്സ്റ്റ് ബുക്കുകൾക്ക് പുറത്തുള്ള പുസ്തകങ്ങളിൽ നമുക്ക് നല്ല പാഠങ്ങൾ ലഭിക്കണം. നല്ല മനുഷ്യരിൽ നമുക്ക് നല്ല പാഠങ്ങൾ ലഭിക്കണം. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടല്ലേ നമുക്ക് പോകേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ വേണം. അപ്പം ജീവിതത്തിൻ്റെ സമഗ്രമായ ഒരു പഠനമാണ് നമുക്ക് സ്കൂളിലും കോളേജിലും നടക്കേണ്ടത്, അത് കഴിഞ്ഞ് നടക്കേണ്ടത്. കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കളിസ്ഥലം നിർമ്മിക്കുമെന്ന് ചടങ്ങിൽ മന്ത്രി പറഞ്ഞു. ടീച്ചേഴ്സ് എനിക്കൊരു നിവേദനം നൽകി, നമുക്ക് ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഗ്രൗണ്ട് വേണ്ടേ? നമുക്കില്ല ഇവിടെ ഗ്രൗണ്ട് ഉണ്ടാക്കണം. നമ്മുടെ നാടിനെ ഇന്ന് കാർന്ന് തിന്നുന്ന ഏറ്റവും വലിയ വിപത്തായിട്ട് ഡ്രഗ്സ് മാറിക്കൊണ്ടിരിക്കുക. അപ്പം അതിൽ നിന്ന് മോചനം നേടാനുള്ള ഒരു മാർഗം എന്താണ്? നമ്മുടെ ഏറ്റവും നല്ല ഈ എനർജിയെ സ്പോർട്സും ആർട്സും തുടങ്ങി എല്ലാ മേഖലകളിലേക്കും മാറ്റണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ക്ലാസ്സിലെ പരീക്ഷ മാത്രം ജയിച്ചാൽ പോരെ. ഏത് പരീക്ഷ കൊണ്ട് ജയിക്കണം? ജീവിതത്തിൻ്റെ പരീക്ഷ കൂടി ജയിക്കണം. ജീവിതത്തിൻ്റെ പരീക്ഷ ജയിക്കണം എന്നുണ്ടെങ്കിൽ അത് കേവലം പാഠപുസ്തകങ്ങളിൽ നിന്ന് മാത്രം ലഭിക്കില്ല. അത് ലഭിക്കേണ്ടത് സമൂഹത്തിൽ നിന്നാണ്, അത് ലഭിക്കേണ്ടത് കളിക്കളങ്ങളിൽ നിന്നാണ്, അത് ലഭിക്കേണ്ടത് നല്ല പ്രസംഗങ്ങളിലൂടെയും നല്ല രചനകളിലൂടെയും. ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പരീക്ഷകളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള മൊമന്റോകളും മന്ത്രി വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബല്ലാരി അധ്യക്ഷനായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോളമൻ റൊസാരിയോ സ്വാഗതം പറഞ്ഞു. വാർഡ് കൌൺസിലർ പ്രമീള ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് ബിജു മാധവൻ, അംഗങ്ങളായ സുനിൽകുമാർ, അജിത്ത്, രമ്യ, സജി, മഹാരാജാസ് കോളേജ് അധ്യാപകൻ MH രമേശ് കുമാർ, കായംകുളം UPS SMC ചെയർമാൻ CMK മുജീബ്, ഹെഡ് മാസ്റ്റർ ശശി കന്നിക്കാവിൽ, അധ്യാപകരായ രാജശ്രീ, ജയ, ശശി എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ ചന്ദ്രൻ നന്ദി പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.